കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാൾ സർവൈവ് ചെയ്യാൻ, അയാൾ മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരിസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന്. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ വരികയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസാണ്, എൻ്റെ റൈറ്ററാണ്, അതിൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം. അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിൽ ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലേ, ഷാരിസിൻ്റെ കണ്ണുകളിലൂടെ. അപ്പോൾ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പോൾ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാം. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിൽ. അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് എൻ്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ